എല്ലാവർക്കും നമസ്കാരം. മണ്ണും മണവും എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് വളരെ സവിശേഷമായ, കാണാൻ ഏറെ കൗതുകമുള്ള ഒരു പഴത്തെ കുറിച്ചാണ്. ബർമീസ് ഗ്രേപ്പ്. സാധാരണ മുന്തിരി വള്ളികളിലാണ് ഉണ്ടാകുന്നതെങ്കിൽ ഇത് മരത്തിന്റെ തായ്തടിയിലാണ് കുലകളായി വിരിയുന്നത്. ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇതിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? എവിടെ നിന്നാണ് ഇത് നമ്മുടെ കേരളത്തിൽ എത്തിയത്? വീട്ടുമുറ്റത്ത് ഇത് എങ്ങനെ വളർത്താം? ഈ കാര്യങ്ങളെല്ലാം ഇന്നേക്ക് നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായി നോക്കാം. പലരും ഈ പഴത്തെ പല പേരുകളിലാണ് വിളിക്കുന്നത്. എന്നാൽ ഇതിന്റെ ശാസ്ത്രീയ നാമം ബക്കോറിയ സാഫിഡ എന്നാണ്. ഇതിനെ ബക്കോറിയ റാമിഫ്ലോറ എന്നും വിളിക്കാറുണ്ട്. ഇതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ മ്യാൻമാർ അഥവാ പഴയ ബർമ്മയാണ് ഇതിന്റെ ജന്മദേശം. തായ്ലൻഡ്, വിയറ്റ്നാം, മലേഷ്യ, തെക്കൻ ചൈന എന്നിവിടങ്ങളിലെ വനങ്ങളിലാണ് ഇത് പ്രധാനമായും കണ്ടുവരുന്നത്. നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയും ആ രാജ്യങ്ങളുടെ കാലാവസ്ഥയും തമ്മിൽ നല്ല സാമ്യമുള്ളത് കൊണ്ട് പ്രവാസികൾ വഴിയും സസ്യപ്രേമികൾ വഴിയുമാണ് ഇത് നമ്മുടെ മണ്ണിലെത്തിയത്. ഇന്ന് കേരളത്തിലെ ഉഷ്ണമേഖലാ കാലാവസ്ഥയിൽ ഒരു തനിനാടൻ പഴത്തെ പോലെ ഇത് പടർന്ന് പന്തലിച്ച് വളരുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ മൂട്ടിപ്പഴം എന്ന കാട്ടുപഴവുമായി ഇതിന് വലിയ സാമ്യമുണ്ട്. പക്ഷേ ഇത് കുറച്ചുകൂടി വലിപ്പമുള്ളതും കൃഷി ചെയ്യാൻ അനുയോജ്യമായതുമായ ഇനമാണ്. ഈ മരം അത്യാവശ്യം നല്ല വലിപ്പത്തിൽ വളരുന്ന ഒന്നാണ്. ഇതിന്റെ ഇലകൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ പ്ലാവിലയോട് നല്ല സാമ്യമുള്ളതായി കാണാം. പച്ചപ്പുള്ള ഇലകൾ മരത്തിന് നല്ല തണൽ നൽകുന്നു. ഇതിലെ ഏറ്റവും വലിയ സവിശേഷത ഇതിന്റെ കായ്പിടുത്തമാണ്. പൂക്കൾ വിരിയുന്നതും കായ്കൾ ഉണ്ടാകുന്നതും മരത്തിന്റെ പ്രധാന തായ്തടിയിലും വലിയ ശാഖകളിലുമാണ്. പച്ച നിറത്തിലുള്ള കുലകൾ പഴുക്കുമ്പോൾ മനോഹരമായ മഞ്ഞ അല്ലെങ്കിൽ ഇളം ഓറഞ്ച് നിറമായി മാറും. ഒരു മരത്തിൽ തന്നെ നൂറുകണക്കിന് കുലകൾ ഉണ്ടാകുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇനി നമുക്ക് ഇതിന്റെ രുചി എന്താണെന്ന് നോക്കാം. ഇതിന്റെ തോട് അല്പം കട്ടിയുള്ളതാണെങ്കിലും കൈകൊണ്ട് തന്നെ എളുപ്പത്തിൽ പൊളിക്കുവാൻ സാധിക്കും. ഉള്ളിൽ വെളുത്ത നിറത്തിലുള്ള 3-4 ചുളകൾ കാണാൻ കഴിയും. പുളിയും മധുരവും കലർന്ന ഒരു പ്രത്യേക രുചിയാണ് ഇതിനുള്ളത്. ഇനി ഇതിന്റെ ഗുണങ്ങളെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വിറ്റമിൻ സിയുടെ ഒരു വൻ കലവറ തന്നെയാണ് ഈ പഴം. ഏകദേശം 100 ഗ്രാം പഴത്തിൽ 270 മില്ലിഗ്രാം വരെ വിറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. കൂടാതെ മഗ്നീഷ്യം, ഇരുമ്പ്, അയൺ, പൊട്ടാസ്യം എന്നിവയും ഇതിൽ ധാരാളമായിട്ടുണ്ട്. പഴമക്കാർ ഇതിനെ ഒരു ഔഷധമായിട്ടാണ് കണ്ടിരുന്നത്. പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിൽ ചർമ്മരോഗങ്ങൾക്കും മലബന്ധം, വാദം എന്നിവയ്ക്കും ഈ ചെടിയുടെ വിവിധ ഭാഗങ്ങൾ മരുന്നായി ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു സാധാരണ പഴമല്ല, ആരോഗ്യത്തിന് ഏറെ ഗുണകരമായ ഒന്നാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, ഇത് കേരളത്തിൽ എങ്ങനെ വളർത്താം? കേരള കാലാവസ്ഥയിൽ ഇതിന് വലിയ പരിചരണം ആവശ്യമില്ല. വിത്ത് വഴിയും ക്രാഫ്റ്റിംഗ് വഴിയും തൈകൾ ഉത്പാദിപ്പിക്കാം. ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണെങ്കിൽ 3-4 വർഷത്തിനുള്ളിൽ കാച്ചു തുടങ്ങും. 2 അടി വലിപ്പമുള്ള കുഴിയെടുത്ത് അതിൽ മേൽമണ്ണും ചാണകപ്പൊടിയും കലർത്തി തൈകൾ നടാം. തണലുള്ള സ്ഥലത്തും വെയിലുള്ള സ്ഥലത്തും ഇത് നല്ലവണ്ണം വളരും. വേനൽക്കാലത്ത് ചെറിയ രീതിയിൽ നനച്ചു കൊടുക്കുന്നത് കായ്ഫലം കൂട്ടുവാൻ സഹായിക്കും. വർഷത്തിൽ 2 തവണ ജൈവവളങ്ങൾ നൽകാം. ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ ആണ് ഏറ്റവും നല്ലത്. കീടശല്യം കുറവാണെന്നത് ഇതിന്റെ വലിയൊരു ഗുണമാണ്. അപ്പോൾ അധികം അധ്വാനമില്ലാതെ വീട്ടുമുറ്റത്ത് വളർത്താൻ പറ്റിയ നല്ലൊരു ഫലവൃക്ഷമാണിത്. ഇതിന്റെ തൈകൾ സ്വന്തമാക്കാൻ ആഗ്രഹമുള്ളവർ താഴെ കമന്റിൽ അറിയിക്കുക. നിങ്ങളുടെ സ്ഥലത്തിനടുത്ത് ഇതിന്റെ തൈകൾ എവിടെ ലഭ്യമാണെന്ന് ഞാൻ അന്വേഷിച്ച് മറുപടി നൽകുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള കൃഷി വിശേഷങ്ങൾക്കും അറിവുകൾക്കുമായി നമ്മുടെ മണ്ണും മണവും എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.